ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം, നിങ്ങൾ എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അതായത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ, അതിൽ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, പഠിച്ചു തീർക്കണം. ഓക്കെ, പഠിച്ചു തീർക്കാന്ന് വെച്ചാൽ നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് നമ്മളിപ്പം എൻ സി ആർ ടിയുടെ ബാക്കിലെ ചോദ്യങ്ങളൊക്കെ തുറക്കുവാണെങ്കിൽ ലൈക്ക് എല്ലാം ഒന്നും ചെയ്യണമെന്നില്ല, ബട്ട് ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റണം. ദെൻ പിന്നെ നമ്മുടെ CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തുറന്ന് നോക്കുക. എന്നിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഏകദേശം ആ ചാപ്റ്ററിന് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയുള്ള ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, 3 മാസം, ഒരു ഡിസംബർ വരെ സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് സിലബസും തീർത്തിരിക്കണം, നല്ലപോലെ പഠിച്ചിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, വാവ്, നല്ല കാറ്റുണ്ട്. അപ്പം ഈ 3 മാസം കൊണ്ട് നിങ്ങൾ നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം, റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇതിൽ പഠിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഇൻസെറ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് വീഡിയോസ് കാണാം. ഓക്കെ, യൂട്യൂബിൽ ഇടയ്ക്ക് ആഡ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ബ്രേവ് അല്ലെങ്കിൽ ഫയർഫോക്സോ ബ്രേവിൽ പോയിട്ട് ബ്രൗസറിനകത്ത് പോയിട്ട് അതിനകത്ത് യൂട്യൂബ് എടുത്തിട്ട് അങ്ങനെ തുറന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ആഡ് ഒന്നും വരാതെ നിങ്ങൾക്ക് ലെക്ചറൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങൾ നല്ലപോലെ വൃത്തിക്ക് പഠിക്കുക. കെമിസ്ട്രി ഒക്കെ നിങ്ങൾ അരച്ച് കലക്കി വെള്ളം പോലെ ആയിരിക്കണം. ഓക്കെ, കെമിസ്ട്രി സിമ്പിളേ ഉള്ളൂ, പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം തൊട്ട് തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങളിപ്പം ഇപ്പോഴത്തേക്കൊക്കെ നിങ്ങളുടെ സിലബസ് ലൈക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കോ. അതല്ലെങ്കിൽ നിങ്ങൾ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ടൈമുകളിലില്ലേ, അപ്പോഴൊക്കെ ആയിരിക്കുമല്ലോ എക്സാം തുടങ്ങുന്നത്. എനിക്കൊന്ന് മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും എക്സാം വരുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ജാനുവരി, ഫെബ്രുവരി ഫുൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനും നിങ്ങൾ ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും നിങ്ങൾ മാറ്റി വെക്കണം. ഓക്കെ, എന്ന് വെച്ചുകൊണ്ട് ഇപ്പം മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയറും ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ഇപ്പോഴേ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ഏറ്റവും നല്ലത്. ഓക്കെ, അടിപൊളിയാണ്. കാരണം കീമിൽ നിങ്ങൾ നമ്മൾ എത്ര മോക്ക് ടെസ്റ്റ് എഴുതുന്നോ അതിൻ്റെ ഗുണം നമ്മൾ അവസാന എക്സാമിന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അടിപൊളിയായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക. ആൻഡ് വൺ മോർ തിങ്, ഉറക്കം കളഞ്ഞ് പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ സമാധാനപരമായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട 2 കാര്യങ്ങളാണ് നമ്മുടെ സ്ലീപ്പും നമ്മുടെ ഫുഡും. ഇത് രണ്ടും കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാമും എന്തും. ഓക്കെ, നമ്മൾ ലൈക്ക് ചില സമയത്ത് ബാക്ക്ലോഗ്സ് ഒക്കെ വരാം, അത് ഓക്കെയാണ്, ഇറ്റ്സ് ഫൈൻ. അത് നമുക്ക് പിന്നീടുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അവസാനം ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ആ സമയത്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിച്ച് ഫുഡ് കഴിക്കാതിരിക്കുകയോ അതോ ഉറങ്ങാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ലൈക്ക് ഗിവ് പ്രയോറിറ്റി ടു യുവർ ബോഡി, യുവർ ഹെൽത്ത്. ഓക്കെ, സോ